ഹായ് ഓൾ, വെൽക്കം ടു അനദർ ട്യൂട്ടോറിയൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫ് സ്പ്രൗട്ടിൻ്റെ ട്യൂട്ടോറിയലാണ്. ഇത് നമുക്ക് പല യൂസസും ഉണ്ട് ഇതും കൊണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ചെയ്യുക. അപ്പം നമ്മുടെ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഒരു ബിഗിനറിന് യാണും ഹുക്കും പിടിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെയാണ് ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്നത് യാണും ഹുക്കും പിടിക്കേണ്ടത്. ഞാനിത് ചെയ്യുമ്പോൾ എനിക്കത് അത്ര ഒരു വർക്കാവുന്നില്ല, എൻ്റെ കൈ അങ്ങനെ വരുന്നില്ല. സോ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് പിടിക്കുന്നത്. ഇപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് വേ ഓഫ് ഹോൾഡിങ് ദ യാൺ ആൻഡ് ഹുക്ക്. അപ്പം അങ്ങനെ ചെയ്തു. എന്നിട്ട് നമ്മൾ 10 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻസ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഹുക്കിൽ നിന്നുള്ള സെക്കൻഡ് ചെയിൻ ഉണ്ടല്ലോ, അതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ലൂപ്പ് എടുക്കുക, ഇങ്ങനെ കയറ്റുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലൂപ്പ് എടുത്തു, ഇങ്ങനെ യാൺ ഓവർ ചെയ്തു, ഇതുപോലെ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് എടുത്തു, സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. അടുത്തത് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ യാൺ ഓവർ ചെയ്തു, ലൂപ്പിൻ ചെയിൻ്റെ ഉള്ളിലോട്ട് കടത്തി, ഇങ്ങനെ യാൺ പുൾ ചെയ്തു. ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറഞ്ഞാൽ ആ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ആ ഒരു യാണിനെ കടത്തി ഇങ്ങനെ കൊണ്ടുവരിക. അടുത്തത് ഒരു ഡബിൾ ക്രോഷേ ചെയിനാണ്. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ യാൺ ഓവർ ചെയ്യുക, യാണിനെ പുള്ള് ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പുണ്ടല്ലോ അതിലൂടെ ഈ യാണിനെ കയറ്റുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് യാണിനെ കയറ്റുക. അതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്രോഷയാണ്. ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുമ്പം 3 എണ്ണം. അപ്പം നമ്മുടെ ആദ്യം യാണിനെ 2 തവണ ചുറ്റുക. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് യാണിനെ ഇതുപോലെ വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഇങ്ങനെ കടത്തുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ 3 ലൂപ്പാണുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും 2 ലൂപ്പിലൂടെ കടത്തുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 2 ലൂപ്പായി. ഇതുപോലെ ഒന്നുകൂടെ കടത്തുക. ഇതാണ് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച്. നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷയും കൂടി ചെയ്യണം. അപ്പോൾ ഇതിന് ട്രിപ്പിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയും. കാരണം ഇത് നമ്മൾ ആ സെയിം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷേ ചെയ്ത അതേ സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷയും ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ട്രിപ്പിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് പറയും. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഒരു ഹാഫ് പോർഷൻ ഓഫ് ദ ലീഫ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നമ്മുടെ വർക്ക് ഒന്ന് ടേൺ ചെയ്യുക. നമുക്കവിടെ ഒരു ടെയിൽ യാൺ ഉണ്ട്. ഇനി അതുകൂടെ ഇതുപോലെ കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റിച്ചസ് തുടങ്ങാൻ. അപ്പോൾ ആ ഒരു ടെയിൽ യാൺ ഹൈഡായി പൊക്കോളും.
ഇപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. നമ്മൾ ഇപ്പറേ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് മറ്റേ സൈഡിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞ് ഒരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ക്രോഷേ ഇൻക്രീസ്, അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ട്രിപ്പിൾ ക്രോഷേ, അതാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ഒരു ലീഫായി. ഇനി അടുത്ത ലീഫ് ചെയ്യാൻ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് വീണ്ടും ഒരു 10 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക ബോത്ത് സൈഡ്സ്. ഹാഫ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റെപ്സ് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക.
സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വരുന്ന ടെയിലിയാണും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത യാണും എല്ലാം നമ്മൾ വീവ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള രീതി വീവ് ചെയ്തെടുക്കാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലീഫിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ നമുക്ക് ഹുക്ക് കടത്തിയിട്ട് അങ്ങനെ ഇതുപോലെ കയറ്റി ഇറക്കി അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ബാക്ക് പോർഷനിൽ തന്നെ ഇതുപോലെ ഹൈഡ് ചെയ്തും വെക്കാം. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കടത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി ഒരു നോട്ട്, അതായത് ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തും കളയാം. മേക്ക് ഷുവർ ഇറ്റ് ഈസ് സെക്യൂർ, അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ഒരു പോർഷനും അതുപോലെ ചെയ്യുക. ഇനി സ്റ്റെം പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലീഫ് ഉണ്ടല്ലോ, ലീഫ് പാർട്ടിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹുക്ക്, അതായത് ലീഫിൻ്റെ സെൻറ്റർ പാർട്ടിലൊരു ചെയിൻ കാണുമായിരിക്കും, ചെയിൻ സ്റ്റിച്ചുണ്ട്. അതിലോട്ട് ഹുക്ക് കടത്തിയിട്ട് നമ്മുടെ ഈ സ്ലിപ്പ് നോട്ട് എടുത്തല്ലോ ആ പോർഷൻ കടത്തുക. എന്നിട്ട് നമ്മളൊരു ചെയിൻ 40, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് 40 ആണ് മിനിമം, 40 അല്ലെങ്കിൽ 60 ഏതെങ്കിലും ഒരു കൗണ്ട് എടുക്കുക. അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 14 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. 14 സ്റ്റിച്ചസ് ഹുക്കിൽ നിന്ന് സ്കിപ്പ് ചെയ്യുക. ആ 14th സ്റ്റിച്ചിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് റിമൈനിങ് താഴോട്ടുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് വരിക. അപ്പോൾ നമ്മൾ അത്രയും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ലീഫിൻ്റെ സെൻറ്ററിലോട്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് അതുപോലെ സെൻറ്ററിലോട്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലീഫ് സ്പ്രോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്ന ഒന്ന്, നമുക്ക് ഹെഡ്ഫോണിൽ വെക്കാം. അതുപോലെ തന്നെ നമുക്കിതൊരു ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. മറ്റൊരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ചാർജർ ഉണ്ടല്ലോ, ചാർജറിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ആ കേബിൾ ഒന്ന് നൈസായിട്ട് സെക്യൂർ ചെയ്ത്, അതായത് അത് നീണ്ടൊന്നും ഇരിക്കാതെ റൗണ്ട് ഷേപ്പിലിരിക്കാനും നമുക്കിത് യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.